വല്ലാത്ത എരിവ്. ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളകരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളകരച്ചു. ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിച്ചു കൊടുക്കണേ, നിറച്ചൊഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു പറയരുത്. ഒഴിച്ചു കൊടുക്ക്. മതിയാവുമ്പോ പറയണം. മതിയാകുമെന്ന് തോന്നുന്നില്ല. എന്താ ഒളിച്ചും പതുങ്ങി നോക്കുന്നത്? ഓടാൻ വരട്ടെ. സുശീലയുടെ ഒരു പടം ഞാൻ വരച്ചോട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? എന്തിനാ എന്റെ പടം കാണാൻ? അത് കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളാവുന്നവരുടെ പടമല്ലേ വേണ്ടത്. കാണാൻ കൊള്ളില്ലെന്ന് ആരാ പറഞ്ഞു? എനിക്കറിയാം. എന്തറിയാം? ഈ പടങ്ങളൊക്കെ എന്ത് ചെയ്യും? വിൽക്കും. കാശ് കിട്ടുമോ? ധാരാളം. ആ കാശൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? എന്റെ പടം വരച്ചാൽ? വരച്ചാല്? എന്റെ പടം വരച്ച് അത് നോക്കൂ. ഇല്ല, നിന്റെ പടം മാത്രം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. ഏതിന്? എനിക്ക് കാണാൻ. ചുമ്മാ ഇരിക്കുമ്പോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കാൻ. കള്ളം, പച്ചക്കള്ളം. എനിക്ക് ഇപ്പോഴും ഒന്നും കേൾക്കണ്ട. ഒരിളക്കം. എന്താ ഇളകിയാല്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇളകിയാൽ ചിലപ്പോ കുഴപ്പമാവും. ഞാൻ എന്നെ സഹിച്ചു. നിന്റെ അപ്പച്ചനെവിടെ? ഞാൻ കണ്ടില്ല. ഇവിടില്ലേ? ഇല്ല. വല്യപ്പച്ചനോ? ഇല്ല. ആഹാ, അപ്പൊ അമ്മന് തനിച്ചു വന്നോ? ഒരു വൃത്തിയില്ല ഈ പെണ്ണിന്. വേണ്ടേ, ഞഞ്ഞാ മുഞ്ഞ വർത്താനമൊക്കെ കൊള്ളാം. മേത്ത് തൊടരുത്. തൊട്ടാലെന്താ? വല്യപ്പച്ചനുണ്ട്. ഇനി ഇല്ലെന്ന് പറഞ്ഞത്? ചുമ്മാ. വല്യപ്പച്ചോ! എന്താ മോളെ? വൈദ്യാശനെ കണ്ടില്ലല്ലോ. ഇന്ന് ചന്ദ്രദീസമല്ലേ, അവൻ വെളുപ്പിനെ പോയി കാണും. ഈ രാത്രി 4 കാലയിൽ ഒരു വരവുണ്ട്. അതിന് വല്യപ്പച്ചന് ഒരു നഷ്ടമല്ലല്ലോ. അപ്പനുണ്ടാക്കുന്ന കാശുണ്ടല്ലേ അപ്പം കുടിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മിണിയെ കെട്ടിക്കാൻ ആര് കാശ് തരും? അത് ഞാനുണ്ടായിക്കോളും. അതാണ് അവളുടെ ഉദ്ദേശം അല്ലയോടി? എന്നെ കെട്ടിക്കാൻ ആരും കാശുണ്ടാക്കണ്ട. പിന്നെ എന്നെ കെട്ടിക്കാൻ വേണ്ട. എനിക്കിഷ്ടമുള്ളതിനോട് ഞാനൊന്ന് ഇറങ്ങിപ്പോവും. പോവും. നീ ഇത് കണ്ടോ? മുട്ട് കണ്ട് ഞാൻ വെട്ടിയെടുക്കും. പിന്നെ വല്യപ്പച്ചൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ്? ഇല്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതൊന്ന് തിരിച്ചെടുത്തു. തള്ളയില്ലാതെ വളർന്നതിന്റെ ദൂഷ്യമുണ്ട്. അമ്മിണിയുടെ അമ്മ? അവൾക്ക് അമ്മയില്ല. എന്ന് വെച്ചാല്? പൈലി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം അവനോട് ചോദിച്ചു നോക്ക്. അവന് മാത്രമേ അതിന്റെ സത്യം അറിയാവൂ. അവനോട് ചോദിച്ചാൽ അവൻ പറയും.
ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ശിക്ഷയും കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് വന്ന കൊല്ലം അന്ന് ഞങ്ങൾ തെക്കോട്ട് പോയി മുണ്ടകത്തിന്. ആരുടെ വല്ല പൂച്ചയോ മറ്റോ ആയിരിക്കും. ഇവിടെ ഒരു തരവില്ല. യുദ്ധങ്ങൾ ചുമ്മാ ഒച്ച വയ്ക്കുക. എന്താ അമ്മയും മോളും കൂടെ ഭയങ്കര ചിരി? എന്താ വിശേഷം? ഓ, എന്ത് വിശേഷം ബൈലി മാപ്പിളെ? എന്തോ കോളടിച്ച ലക്ഷണമുണ്ടല്ലോ. ഞങ്ങൾക്ക് ആ കോള് കാണണേ മാനത്ത് നോക്കണം. അമ്മേ, നമുക്ക് പോകാം. പോട്ടെ ബൈലി മാപ്പിളെ, പോയിട്ട് പണിയുണ്ട്. എന്തു പണി? ആർക്കും വച്ചുവളമ്പി കൊടുക്കേണ്ട പാടില്ലല്ലോ. അതില്ല. എന്നാ പിന്നെ നിക്ക്. ഒരു കാര്യം ജാനുവിനോട് ചോദിക്കണമെന്ന് കുറെ ദിവസമായിട്ട് വിചാരിക്കാം. അമ്മ വരുന്നെങ്കിൽ വാ. അയ്യോ, എന്തോരം കാശാ ബൈലി മാപ്പിളയുടെ കയ്യില്. ഒറ്റത്തടിയല്ലേ, എന്നതാ ചെലവ്? വല്ലപ്പോഴൊന്ന് മിനുങ്ങണം. ഭാരതി എന്താ കെട്ടിച്ചു കൊടുക്കത്തെ? ഓ, അവക്ക് ആര് വരാനാ? ഞങ്ങളുടെ കൈ പൊന്നോ പണമോ വല്ലതും ഉണ്ടോ കൊടുക്കാൻ? അത്രയുള്ളോ? കാശ് ഞാൻ തരാം. ഞാനിന്ന് അങ്ങോട്ട് വരാം. ഞാനൊന്ന് അവളോട് സംസാരിച്ചു നോക്കട്ടെ. ബൈലി മാപ്പിളെ, ഞാനെന്റെ മോളായി പോയി എന്നുള്ള ഒറ്റ ദൂഷ്യമല്ലാതെ മറ്റൊന്നും അറിയാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ മോളായി പോയി എന്ന് കണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എതിര് നിൽക്കരുത്. ഇതെന്റെ മോഹം. എന്താണെന്നും പറയാത്തെ? എന്റെ പൊന്നു ബൈലി മാപ്പിളെ, നിങ്ങൾ എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനായിട്ട് അവളെ നശിപ്പിക്കത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ തന്നാലും ഞാനതിന് സമ്മതിക്കത്തില്ല. ഞാൻ പെണ്ണ് കെട്ടാത്തവനാണ്. എനിക്കൊരു പെണ്ണ് വേണം. അത് കൂടിയേ തീരൂ. ഞാൻ പോന്നു. അയ്യോ, അങ്ങനെ പിണങ്ങി പോകരുത്. ഒന്നോർത്തോ, കൈലി ആഗ്രഹിച്ചൊക്കെ നടന്നിട്ടേ ഉള്ളൂ. എന്നെ വാശി പിടിപ്പിക്കരുത്.
നിനക്കെന്നെ ഇഷ്ടമാണ്? ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കേട്ടില്ലേ? ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലേ വെള്ളം പിടിക്കാൻ വെക്കും. എന്താടി, ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. ഇഷ്ടമാണോ പേടിയാണോ കൂടുതൽ? പേടിയാണ്. ആ, നീ പറ്റോ? എനിക്കൊരു സമാധാനവുമില്ല. താറാവ് പോകുമ്പോ നിങ്ങളും അങ്ങ് പോകും. ഞാൻ എന്റെ മോടെ കാര്യം പിന്നെ ആരോട് പറയും? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ലേ? അവളെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന്. ഒന്നുകൂടെ തെളിച്ചു പറ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാൻ അവളെ കെട്ടിക്കൊള്ളാന്ന്. എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? സത്യം ചെയ്യും. സത്യം. എന്റെ ദൈവമേ, ഇങ്ങോട്ട് നോക്ക്. നിന്നെ ഞാൻ നോക്കിക്കോളാം. മനസ്സിലായി? ഭാരതി, ഭാരതി, ഭാരതി. എന്റെ മോളെ കുറിച്ച് നാട്ടുകാരെ കൊണ്ട് അതുകൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ പൈലി മാപ്പിളെ. നിങ്ങൾ അവളെ നശിപ്പിക്കരുതേ. പോകുന്നതിന് മുൻപ് വേണ്ടത് ചെയ്തേച്ച് പോയില്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഞാൻ അവിടെ വരും. പറഞ്ഞേക്കാം. വേണ്ടത് ചെയ്തോളാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ